ഇന്നലെ ബഹളം വയ്ക്കാൻ തയ്യാറായി ചിലരെത്തി. ആരാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയല്ല ഉത്തരം പറയുന്നത്. മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരുന്നു. ഇതൊരു പുതിയ അനുഭവമാണെന്നും കാര്യങ്ങളെ വക്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ചേരുകയാണ്. അൻഫ്ലിറ്റ്, പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ SDPI പിന്തുണ CPM ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ സഹിതമാണ് അദ്ദേഹം നിരത്തുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്ന ആക്ഷേപത്തിനാണ്. അൻഫ്ലിറ്റ്. ലിജിന, തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി വ്യക്തത വരുത്തുകയും മറുപടി പറയുകയും ചെയ്തത്. ഏറ്റവും ഒന്ന് SDPIയുമായുള്ള ബന്ധമാണ്. അത് ആ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലം പ്രസ് ക്ലബ്ബിലുണ്ടായ സംഭവം പോലും SDPI ബന്ധവുമായി ഉന്നയിച്ച ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അന്നതിനെ ചൊല്ലിയായിരുന്നു അത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ പ്രസ് ക്ലബ്ബിൽ അരങ്ങേറിയത്. അതേ ചോദ്യം തന്നെ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തത വരുത്താൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പറയുന്നത് ഒരു മണ്ഡലത്തിൽ ഒരു കാലത്ത് പോലും SDPI ബന്ധം, SDPI വോട്ടുകൾ LDF ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് ഇടതുമുന്നണി. ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലും SDPI വോട്ടുകൾ LDF ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നേമത്തടക്കം കഴിഞ്ഞ 2021 SDPI വോട്ടിൽ നൽകിയിരുന്നു. SDPI നേമത്തടക്കം മണ്ഡലങ്ങൾ വോട്ട് നൽകിയിരുന്നു എന്ന് SDPIയുടെ തന്നെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അങ്ങനെ ഒരു വാദം ഉന്നയിച്ച് രംഗത്തെത്തിയപ്പോൾ അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തത വരുത്തുന്നത് 2016 BJP അക്കൗണ്ട് ആദ്യമായി തുറക്കുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് BJP അക്കൗണ്ട് തുറന്നു എന്നതിന് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2021 LDFന്റെ പ്രചാരണം പോലും ആ അക്കൗണ്ട് പൂട്ടുമെന്നതായിരുന്നു. അങ്ങനെ ഒരു ശക്തമായ പ്രചാരണം LDF ഉയർത്തിയപ്പോൾ അതിനെ എതിർക്കാൻ, അതായത് നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കണമെന്ന് LDF ആഗ്രഹിക്കുന്നത് പോലെ BJPക്ക് എതിരായ ചില ശക്തികൾ രാജ്യത്തുടനീളമുണ്ട്. അത്തരം ശക്തികൾ ഒരുപക്ഷെ BJP വോട്ട് അക്കൗണ്ട് പൂട്ടിക്കാനായി LDFന് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ LDF അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല എന്നൊരു വിശദീകരണവും വ്യക്തതയുമാണ് കാര്യത്തിൽ മുഖ്യമന്ത്രി വരുത്തുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നും തന്നെയും, അതായത് SDPയുമായി ബന്ധം ഒരിടത്തു പോലും അത്തരത്തിലൊരു ബാന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ഭൂരിപക്ഷത്തോടൊപ്പമാണ് ഈ LDF എന്ന് വരുത്തി തീർക്കുന്ന ചില ശക്തികൾ, അതായത് കോൺഗ്രസിന് കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രിയിലൂടെ നൽകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന ലക്ഷ്യത്തിലാണ് ഈ LDFനെതിരെ ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നൊരു വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതടക്കം ഉയർത്തിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത്. ഒപ്പം തന്നെയും കൊല്ലം പ്രസ് ക്ലബ്ബിലുണ്ടായ സംഭവം, കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തുകയാണ്. താൻ ഏതെങ്കിലും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഏത് മാധ്യമ സ്ഥാപനമാണ് എന്ന ചോദ്യം ഒന്ന് മനസ്സിലാക്കിയല്ല ഉത്തരം പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചിലർ കരുതിക്കൂട്ടി വന്നതാണ് എന്ന രീതിയിലും, അങ്ങനെ ഒരിക്കൽ പോലും വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. പ്രശ്നങ്ങൾ എങ്ങനെ വക്രീകരിക്കാം എന്നതിന്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം പ്രസ് ക്ലബ്ബിൽ ഉണ്ടായത് എന്നതിൽ കൂടി വ്യക്തത വരുത്തുകയായിരുന്നു മുഖ്യമന്ത്രി. കാരണം മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് CPM അനുഭവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ഉത്തരം നൽകി കടന്നുപോയി എന്നും വ്യക്തമായ ഉത്തരം SDPI ചോദ്യങ്ങൾക്ക് നൽകിയില്ല എന്നതുമായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്താനായി ശ്രമിച്ചത്. ലിജിൻ.